ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇറങ്ങി പോവാം. നമുക്ക് ഏറ്റവും ഇപ്പം നമ്മൾ പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞു, പ്രോബ്ലം സോൾവിങ് ആ സ്ട്രാറ്റജീനെ കുറിച്ച് പറഞ്ഞു, അപ്രോച്ചുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിസിൽ നമ്മളിത് എങ്ങനെ പറയും എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾഡ് ആസ് എൻ അൽഗോരിതം. അൽഗോരിതം പറഞ്ഞാൽ ഒന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു കാര്യം ക്വൈറ്റ് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എക്സ്പ്ലനേഷനെയാണ് നമ്മൾ എന്ത് പറയുക, അൽഗോരിതം എന്ന് വിളിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്ന റുട്ടീൻ ആണെങ്കിലും അതൊക്കെ ഒരു അൽഗോരിതം പോലെ തന്നെ നമുക്ക് പറയാം. ബിക്കോസ് അതിനൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, സ്റ്റോപ്പിംഗ് ഉണ്ട്, രാവിലെ ഇത്ര മണിക്ക് എണീക്കും, രാത്രി ഇത്ര മണിക്ക് കടന്നുറങ്ങും എന്ന് പറയുന്ന പോലെ അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു ബേസിസിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു കാര്യത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾഡ് ആസ് അൽഗോരിതം. ഓക്കെ, ബേസിക്കലി ഇത് എന്തിനാ വെച്ചാൽ ക്ലിയർ ആൻഡ് അൺആംബിഗസ്. അൺആംബിഗസ് എന്ന് പറയുമ്പോൾ പേര് ടെൻഷൻ ആവേണ്ട, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കൺഫ്യൂഷൻസും ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഒരു 110 സ്റ്റെപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 1000 സ്റ്റെപ്പ് ഉണ്ടാവാം കേട്ടോ എന്നല്ല. ക്ലാരിറ്റിയിൽ നമുക്ക് ഇത്ര സ്റ്റെപ്സേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് പറയാൻ പറ്റണം. നമുക്കൊരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും ഒരു അൽഗോരിതത്തിൽ. ഓക്കെ, പിന്നെ ജനറലൈസ്ഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അതായത് എല്ലാവർക്കും വേണ്ടി എഴുതിയതാണ്, അല്ലാതെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല. ഇറ്റ് ഷുഡ് ബി അപ്ലിക്കബിൾ ടു എവരിബഡി. നമുക്ക് അൽഗോരിതത്തിനും മാത്രമല്ല പ്രോഗ്രാമിനും 3 രീതിയിലുള്ള ഫ്ലോ ആണുള്ളത്. ഒന്ന് സീക്വൻഷ്യൽ, പിന്നെ സെലക്റ്റീവ് അല്ലെങ്കിൽ കണ്ടീഷണൽ, തേർഡ് വൺ ഐട്രേറ്റീവ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് അൽഗോരിതംസ്. സീക്വൻഷ്യൽ പേര് തന്നെ അറിയാം, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അൽഗോരിതംസുകളെയാണ് നമ്മൾ സീക്വൻഷ്യൽ അൽഗോരിതം എന്ന് പറയുക. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ടു നമ്പേഴ്സ്, അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ്, സബ്ട്രാക്ഷൻ ഓഫ് ടു നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കപ്പ് ഓഫ് ടീ ഉണ്ടാക്കുന്നത്, അതൊക്കെ പറയുന്ന ഒരു സീക്വൻഷ്യൽ സ്റ്റെപ്പുകളാണ്, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ടൈപ്പ് ഓഫ് അൽഗോരിതംസ് ആണ്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്, അത് എവിടെ നിന്നും ചാടി പോകുന്നില്ല, അത് ഒരു ഫ്ലോയിൽ മാത്രമാണ് അത് പോകുന്നത്. അതാണ് സീക്വൻഷ്യൽ അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പം രണ്ട് നമ്പേഴ്സ് എന്താ പറയുക, നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യും രണ്ട് വേരിയബിൾസ്. അത് നമ്മൾ ഒരു സം വെച്ച് സ്റ്റോർ ചെയ്യും. ആ രണ്ട് നമ്പേഴ്സിന് ആഡ് ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്യും, ഫോമുല വെച്ച് പ്ലസ് വെച്ച് ചെയ്യും, അതിനെ പ്രിന്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ ശേഷം സമ്മ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇങ്ങനെയാണ് അത് പോകുന്നത്. ഇനി കണ്ടീഷണൽ സെലക്റ്റീവ് അൽഗോരിതം എന്ന് പറഞ്ഞ സമയത്ത് അത് ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ്. അവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഡിസിഷൻ എടുക്കണം. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ആരാണ് എലിജിബിൾ ടു വോട്ട് ചെയ്യാൻ ആരാണ് എലിജിബിൾ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ കണ്ടീഷൻ. വാട്ട് ഈസ് ദാറ്റ്? ഒരു ആള് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 എന്നാൽ മാത്രമേ നമുക്ക് വോട്ടിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോവുള്ളൂ. സോ ദർ ഇസ് എ കണ്ടീഷൻ ദേ, അല്ലേ? അപ്പൊ ആ ഒരു കേസിൽ, ആ ഒരു ക്വസ്റ്റ്യനിൽ ദർ വിൽ ബി സം കണ്ടീഷൻസ്. ആ ബേസിസിൽ വർക്ക് ചെയ്യുന്ന അൽഗോരിതംസിനെയാണ് നമ്മൾ സെലക്റ്റീവ് അൽഗോരിതംസ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ടാവും. നമുക്കറിയാം ഒരു ഡിസിഷനിൽ, ഒരു കണ്ടീഷനിൽ ആൾവേസ് അതിന് രണ്ട് ആൻസേഴ്സേ ഉണ്ടാവുള്ളൂ, ഒന്നിലേക്ക് യെസ് അല്ലെങ്കിൽ നോ, ഒന്നിലേക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. സോ അങ്ങനെ പോകുന്ന കോൺസെപ്റ്റ് ആണ് ഡിസിഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്റ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അനലൈസ് ചെയ്യണം, അതിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ, ചെക്ക് ഇഫ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ദിസ് നമ്പർ, ലെസ് ദാൻ ദിസ് നമ്പർ എന്നൊക്കെ പറഞ്ഞൊരു കുറെ കണ്ടീഷൻസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കണ്ടീഷണൽ അൽഗോരിതംസുകളാണ്, അല്ലെങ്കിൽ സെലക്റ്റീവ് അൽഗോരിതംസിലേക്ക് പെടും. ഓക്കെ, ഇപ്പോൾ ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ നോക്കുക, രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണം വലുതാണോ മറ്റേതിനേക്കാൾ എന്ന രീതിക്ക് നോക്കുക. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അപ്പോൾ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ് നമ്പർ. എൽസ് എന്താ നമ്മൾ പറയുക, സെക്കൻഡ് നമ്പർ ആണ് ലാർജസ്റ്റ് എന്ന് പറയും. ആ കോൺസെപ്റ്റുകളാണ്, അങ്ങനെ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് എന്ത്, സെലക്റ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പേര് തന്നെ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഹായ് ഒരു 10 പ്രാവശ്യം പറയണം. ഹായ് 10 പ്രാവശ്യം നമുക്ക് ഹ്യൂമൻസിന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മടിയാവും കുറച്ച് കഴിയുമ്പോൾ. അതേപോലെ പ്രോഗ്രാമിൽ നമുക്ക് ഒരു കാര്യം റിപ്പീറ്റേറ്റീവായി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ക്വിക്കായിട്ട് അത് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുക കുറച്ച് സമയത്തേക്ക്, അങ്ങനെ പോകുന്ന ഒരു കോൺസെപ്റ്റാണ് ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് 1 തൊട്ട് 10 പ്രിന്റ് ആവണം. അങ്ങനെ പ്രിന്റ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാവണം, ആ ഒരു സാധനം 10 വരെ പോകണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്, 1 മുതൽ 10 വരെ പോകണം എന്നുണ്ട്. അപ്പോൾ 10 പ്രാവശ്യം ഒരു സാധനം ചെയ്യണം. അപ്പോൾ ഇതിലൊരു ചെറിയ കണ്ടുണ്ടാവും, അൽഗോരിതം കാണുന്നുണ്ടാവും. സ്റ്റാർട്ട് ചെയ്തു, ഒരു വാരിയബിൾ വേണം അല്ലേ, 1 മുതൽ 10 വരെ എണ്ണാൻ ആരെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കെ എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു. കെ 1 മുതൽ 10 വരെ എൻ്റർ ആവും. കണ്ടീഷൻ എന്താണ്, ഈ കെയുടെ വാല്യൂ ഒരിക്കലും 10 അപ്പുറം പോകാൻ പാടില്ല. 10 അപ്പുറം പോയി കഴിഞ്ഞാൽ ഇത് പണിയെ നിൽക്കാം അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ വാല്യൂ പുറത്ത് കാണിക്കും വേണം, വാല്യൂ കൂട്ടും വേണം. ഇങ്ങനെ ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് എന്ത്, ഐട്രേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്.
ജസ്റ്റ് വായിച്ചോക്കി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഒരു ബ്രാഞ്ചിങ് ഇല്ലാണ്ട് ഒരു കണ്ടീഷനും നോക്കാണ്ട് ചെയ്യുന്നതാണ് സീക്വൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റെസിപ്പി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സീക്വൻഷ്യൽ അൽഗോരിതം എന്ന് പറയാം. സെലക്റ്റീവ് എന്ന് പറഞ്ഞാലോ ഒരു യൂസർ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ഒരു കണ്ടീഷൻ അനുസരിച്ച് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ അത് ഓരോ പ്രാവശ്യം ഡിസിഷൻസ് മാറും തോറും അതിൻ്റെ എഫക്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു ഗ്രീൻ സിഗ്നൽ കണ്ടാൽ നമ്മൾ മൂവ് ചെയ്യും, ഒരു റെഡ് സിഗ്നൽ കണ്ടാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കാണുന്ന ആ ഒരു ബേസിസ് ഒരു ഡിസിഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ ഒക്കെ നമുക്ക് സെലക്റ്റീവിൽ പറയാം. ഐട്രേഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷൻ ആണ്. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കുറച്ച് നേരത്തേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൗണ്ടിങ് ഡൗൺ ടൈമർ കൗണ്ട് ചെയ്യുന്നത് ഡൗണിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, അതൊരു ഐട്രേഷൻ ആണ്. 10, 9, 8 എന്ന് പറഞ്ഞാൽ പോകുന്നില്ലേ, അതൊക്കെ. അപ്പോൾ 3 രീതിയിലുള്ള അൽഗോരിതംസ് ആണുള്ളത്. അൽഗോരിതം പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു എക്സ്പ്ലെയിൻ എ ടാസ്ക് ടു ദ കമ്പ്യൂട്ടർ ഓർ എനിബഡി. ഇറ്റ്സ് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുക. അൽഗോരിതം ഇവിടെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട സീക്വൻഷ്യൽ, സെലക്റ്റീവ്, ഐട്രേറ്റീവ്. ഐ ഹോപ്പ് ഈ കോൺസെപ്റ്റ് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി എന്നുള്ളത്. താങ്ക് യു.